പാലക്കാട് നഗരസഭയുടെ ഭരണം പോകും? ഒരു ഭരണം പോയില്ല. ഇത് പന്തളത്ത് എന്തായിരുന്നു ബഹളം ഇല്ലേ? ഏതാര്? അയാൾ തന്നെ പാലവീണ ചെകുത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കേട്ടില്ല? ഈ പാലവീണ ചെകുത്താൻ എന്ന് പറയുന്നത് മലബാറിലെ ഒരു പാല വീണു പോയാലേ ചെകുത്താനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അയാൾ തന്നെ പാലവീണ ചെകുത്താനെ പോലെ നടക്കുകയാണ്. പിന്നെയാണ് അയാളെപ്പോഴും ആരെങ്കിലും പോവോ? അല്ല, അത് അങ്ങനെ പറയാൻ കഴിയും. കാരണം നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ പാലക്കാട് ഒരു പരീക്ഷണം നടത്തിയ ജയിക്കുമെന്നല്ലാതെ തോക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് സത്യമാണ്. പക്ഷേ അത് സന്ദീപ് വാര്യർ അവിടെ നിന്ന് പോയത് എഫക്ട് ചെയ്തില്ലേ? അത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് അവർ പറയട്ടെ. അല്ല, അവരോട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. കൃഷ്ണകുമാറിന്റെ അമിതമായ ഇടപെടലും സ്വാധീനമാണ് പാലക്കാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയണ്ടല്ലോ. ഒന്നുമില്ല സാറേ, ഒരാൾക്കും അവിഹിതമായി ഇടപെടാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പിടിച്ച് 30 പേരെ എനിക്ക് ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ ആർക്കും പറ്റില്ല. സാധാരണഗതിയിൽ ഇപ്പൊ നേരിടുന്ന നമ്മൾ നേരത്തെ ഒരു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പിറ്റേ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി ആവുന്ന ഒരു അസ്വാഭാവികതയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പിറ്റേ ദിവസം പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആവുന്ന പറയുന്ന അസ്വാഭാവികത. അത്തരം ഒരു അസ്വാഭാവികത പാലക്കാട് സംഭവിച്ചു എന്നാണ് അവിടുത്തെ കൗൺസിലർമാർ. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയി. അപ്പോൾ നിങ്ങൾ പത്രം ഒന്നും വായിക്കുന്നില്ലേ? വയനാട് ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി ആയി. നേരിട്ടായതല്ലോ. എന്തായിരുന്നു അയാളതിന് മുമ്പ്? അയാളെന്തായിരുന്നതിന് മുമ്പ്? അല്ല, അതിനുശേഷം ഇതിലെന്തിരിക്കുന്നു? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ലോവർ ഏജ് ലിമിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇല്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ട്. നിരവധി നേതാക്കൾ മുസ്ലിങ്ങളായിട്ട് BJP-യിലുണ്ട്. അടുത്ത പുനഃസംഘടന ആകുമ്പോൾ ചുരുങ്ങിയത് ഒരു ജില്ലയിലെങ്കിലും മുസ്ലിം ജില്ലാ പ്രസിഡന്റ് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മത്സരം ഇല്ലെന്ന് എവിടെ ഈ മത്സരം? മത്സരമൊക്കെ പത്രത്താളുകളിലേ ഉള്ളൂ, ഞങ്ങൾക്കിടയിലില്ല. ഈ BDJS കോട്ടയത്ത് അവർ പ്രമേയം പാസ്സാക്കിയിരുന്നു, ഇന്ത്യ വിട്ട് പുറത്തു വേണമെന്നുള്ളത്. അത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഇല്ല, അങ്ങനെ BDJS-ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ NDA ചേർന്നത്. അത് BDJS അത്തരം തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകൾ നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഒരു കാരണവശാലും NDA വിട്ട് പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതിപ്പോൾ ജില്ലകൾ പറയുമല്ലോ, ജില്ലകളിലായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ വസ്തുത. അവഗണന പിന്നെ അതുപോലെ തന്നെ ഇവിടെ അന്വേഷണം പുറത്താക്കിയതല്ല, ആൾ മാറുന്നു. സംസ്ഥാന ഓഫീസ് പണിതിട്ടുണ്ടേ, ഉദ്ഘാടനം കഴിച്ചിട്ടില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. മാറും. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയാം, ഓഫീസിന്റെ കാര്യം അന്ധവിശ്വാസമാണ്.